salt and pepper. Bum 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 bum. സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ രുചി തേടിയുള്ള യാത്ര ഇപ്പോൾ വയനാടിലാണ് നിൽക്കുന്നത്. വയനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടിൻ്റെ എല്ലാ പ്രകൃതി സൗന്ദര്യവും കാട്ടി നിൽക്കുന്ന കുറുവ ദ്വീപിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏഴുപുഴ അവിടെ വളരെ ഫേമസ് ആണ്. 7 പുഴകൾ, അതിനിടയ്ക്കെല്ലാം ഓരോ കൊച്ചു ദ്വീപുകളുണ്ട്. അതുപോലൊരു ദ്വീപാണ് ഈ കുറുവ ദ്വീപ്. ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് രുചി തേടി ഹോളിഡേ ഹിൽ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടുത്തെ ചൈനീസ് വിഭവങ്ങൾ ഭയങ്കര ടേസ്റ്റ് എന്നാണ് കേൾവി. നമുക്ക് ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും കൂടെ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിലേക്കുള്ള യാത്രയാണ്. ഈ പ്രകൃതി സൗന്ദര്യം നുകർന്നുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. വരൂ. ഓ, ഇത് ഭയങ്കരമായി പോയിട്ടോ. സുന്ദരമായ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും സുന്ദരനായ ആളാണ് ഈ ഭക്ഷണം സെർവ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നിങ്ങളുടെ സ്ഥാപനം ഇഷ്ടപ്പെട്ടോ? ഗംഭീരമായിട്ടുണ്ട്. നിങ്ങളെ പോലെ തന്നെ മനോഹരമാണ് നിങ്ങളുടെ സ്ഥാപനം. വളരെ കൂടുതൽ ഇവിടെ ഗസ്റ്റ് ആകർഷിക്കുന്നത് ഇവിടെ ഒരു കുറുവ ഐലാൻഡ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ കൂടുതൽ കസ്റ്റമർ വരുന്നത്. ടൂറിസ്റ്റ് പ്ലേസ് ആണ്. വയനാടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ടൂറിസ്റ്റ് പ്ലേസ്. പിന്നെ ഇത് എത്ര നാളായി നമ്മുടെ ഈ ഇപ്പൊ 4 വർഷം ഹോളിഡേ ഹിൽ? 4 വർഷം ആകാൻ പോകുന്നു. 4 വർഷം ആകാൻ പോകുന്നു. ഒരുപാട് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഡിഷ് എന്താണ്? കൂടുതൽ ഞങ്ങളെ നാടൻ ഭക്ഷണമാണ് കൂടുതൽ രുചികരമായത്. അതുപോലെ നോർത്ത് ഇന്ത്യൻസ് വന്നിരുന്നാൽ ചൈനീസ് ഫുഡാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇവിടെ ചൈനീസ് വളരെ ഫേമസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ചൈനീസ് നല്ല ഫേമസ് ആണ്. ഞങ്ങൾ ഷെഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. രുചികരമായ ഭക്ഷണം ഉണ്ടാക്കും. താങ്കൾ ഇത് അദ്ദേഹത്തിന്റെ പേര് ജവാദ്. ശരിക്കും ജവാദ് എന്ന പേര് മാറ്റിയിട്ട് അരുൺ സ്വാമി നിടുന്നതായിരിക്കും കറക്റ്റ് കേട്ടോ. ഗംഭീര, നല്ല മനോഹരമായ ഒരു സ്ഥലം. എന്തായാലും ഇവിടുത്തെ ചൈനീസ് ഭക്ഷണത്തെ കുറിച്ച് ഒരുപാട് കേട്ടതുണ്ട്. ഒരു ചൈനീസ് ഡിഷ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയാലോ? തീർച്ചയായും പരിചയപ്പെടാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ ജ്യൂസ് കുടിക്കാം. താങ്ക് യു. നല്ല ഗ്രീൻ കളർ ജ്യൂസ്. ഇത് എന്ത് ജ്യൂസാണ്? ഓ, ലൈം, സ്പെഷ്യൽ ലൈം ജ്യൂസാണ്. ഇവിടെ മൊത്തത്തിലൊരു സ്പെഷ്യാലിറ്റിയാണ്. എല്ലാം ഒരു കളർഫുള്ളും അല്ലേ? അടിപൊളി. താങ്ക് യു. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഗംഭീരമായിട്ടുണ്ടോ? ഞങ്ങൾ ഷെഫിനെ പരിചയപ്പെടാം. ചൈനീസിൻ്റെ അത്. ഷെഫിന് മലയാളം അറിയാമോ? കുറച്ച് മലയാളം സംസാരിക്കും. ഞങ്ങളിവിടെ ഇപ്പൊ 4 വർഷമായി. ഫേമസ് ആണ് ആള്. ഷെഫ് ഏത് നാട്ടുകാരനാണ്? നേപ്പാൾ. ഓക്കെ. അപ്പൊ എനിക്ക് എന്തായാലും നേപ്പാളി അറിയത്തില്ല, പുള്ളിക്ക് മലയാളം അറിയത്തില്ല. നല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ ഭാഷയൊന്നും പ്രശ്നമല്ലല്ലോ അല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ആ ഷെഫിനെ ഒന്ന് കണ്ടു വരാം. ഒരു പ്രത്യേക വിഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത്, തയ്യാറാക്കാൻ പോകുന്നത്. ഒരു സൂപ്പ് ഉണ്ടാക്കി തരാം കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട്. സൂപ്പിൻ്റെ പേര് വളരെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള ഏതൊക്കെ സൂപ്പ് അറിയാം? വരട്ടെ. സ്വീറ്റ് കോൺ സൂപ്പ്, അങ്ങനെ കുറേ സൂപ്പ് അല്ലേ? ഇതല്ല, ഇത് ഒരു വളരെ പ്രത്യേകതയുള്ളൊരു പേരാണ്. പേര് ഞാൻ പറയാം. അപ്പോൾ ആ സൂപ്പാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതും വിശ്വസിച്ചിരിക്കുകയാണല്ലേ ഞാൻ സൂപ്പ് ഉണ്ടാക്കുന്നു. ഞാനല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കിടിലം, ഈ സൂപ്പിനേക്കാളും കിടിലം പേരുള്ള ഒരു ഷെഫാണ് നമ്മുടെ ഇവിടെ ഉള്ളത് ഹോളിഡേ ഹില്ലിൽ.
ദിപേഷ് മെച്ചി. ആള് നമ്മുടെ അക്കോസേട്ടൻ്റെ നാട്ടുകാരനാണ്. യോദ്ധ സിനിമയിലെ അക്കോസേട്ടനല്ലേ, ആ നാട്ടുകാരനാണ്. അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഏതാണ്ട് എന്നെ പോലെ ഇരിപ്പുണ്ട്. മൂക്കിൻ്റെ കാര്യത്തിൽ മാത്രം പുള്ളിയും ഞാനും തമ്മിലൊരു സാമ്യമുണ്ട്. രണ്ടുപേർക്കും നല്ല ചപ്പ മൂക്കാണ്. ഓക്കെ, നമ്മൾ നോ സാർ സെയിം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെഫ്. ഇവിടുത്തെ ചൈനീസ് വിഭവങ്ങൾ ഷെഫിൻ്റെ കൈപുണ്യത്തിലാണ് വളരെ രുചികരമായിട്ട് മാറുന്നത്. ഞാനൊരു ചെറിയൊരു അതിക്രമം കാണിച്ചു. നിങ്ങളുടെ ഒരു ഉള്ളി ഞാനൊന്ന് കട്ട് ചെയ്തു. നോ പ്രോബ്ലം. നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സൂപ്പ്, എന്താണ് ആ സൂപ്പിൻ്റെ പേര്? ലങ്ഫങ് സൂപ്പ്. ലങ്ഫങ് സൂപ്പ്. ഇത് അതാണ് ഞാൻ പറഞ്ഞത്, വളരെ കൗതുകമുള്ള ഒരു പേരാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും വളരെ കൗതുകമുള്ളതായിരിക്കും. ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും. വീട്ടിലുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നേരെ നമ്മൾ വയനാടേക്ക് വരുമ്പോൾ നേരെ ഇവിടേക്ക് വരിക. ഇവിടെ നിന്ന് ലങ്ഫങ് സൂപ്പ് എന്താണ് മൃഷ്ടാന്നം കഴിച്ച് മടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ട്. ഇതെന്താ ലൈറ്ററോ? ഞാൻ വിചാരിച്ചു ഓടക്കൂടലായിരിക്കും എന്ന്. ഇത് സംഭവം കൊള്ളാം. നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു കുഞ്ഞിത് ഇത്ര നീളെ കാണത്തുള്ളൂ. ഇത് പിന്നെ ഈ വലിയ പാത്രമൊക്കെ സ്റ്റൗവിൻ്റെ മേളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ അടിയിലൂടെ ഇത് പോകണം. അതാണ് ഇത് ഇത്ര നീളം. ഓക്കെ, അത് അടിപൊളി. ഫസ്റ്റ് കുറച്ച് ഓയിൽ. സൺഫ്ലവർ. ഓക്കെ, സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ കുറച്ച്. പുള്ളിക്കാരാണെങ്കിൽ ഈ മലയാളമൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. ഞാനും ഹിന്ദിയും പഠിച്ചു വരുന്നുള്ളൂ. ഇനി ഗാർലിക്. ഓക്കെ, ഗാർലിക്. ഇപ്പോൾ എനിക്ക് കാണാൻ പാടമായി. എന്ത് ഡിഷ് ആദ്യം തയ്യാറാക്കുമ്പോൾ നമ്മളെ കടുവ് ഇറക്കും പോലെയല്ല, ഗാർലിക്കാണ് ആദ്യം എണ്ണയിലേക്ക് വീഴുന്നത്. ഇതാ. ഓ, ഇതെന്താണ് ഇതിന്റെ പേര്? ഇത് ഓക്കെ, ഇതിൽ ചെറിയ ചിക്കൻ നന്നായിട്ടൊന്ന് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും അല്ലേ, വെജിറ്റബിൾ മിക്സ്. അതായത് വ്യക്തമായിട്ട് പറഞ്ഞാൽ ക്യാരറ്റ്, ബീൻസ്, ഇഞ്ചി, പിന്നെ മഷ്റൂം ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചു. അങ്ങനെ ഒന്ന് 2 കരണ്ടി വെള്ളം. എന്ത് വെള്ളം? 2 കരണ്ടി. ഒരു 2 തവി വെള്ളം. One spoon salt. ഓക്കെ, സോൾട്ട് ആവശ്യത്തിന്. ഇവിടെ ഒരു 1/2 സ്പൂണോളം ഇട്ടു. ഷുഗർ. ഓക്കെ, ചൈനീസിൻ്റെയും നമ്മുടെ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളുടെയും പ്രത്യേകതയാണ് ഷുഗർ ആഡ് ചെയ്യും. ഇത് വൈറ്റ് പേപ്പർ. ഓ, വൈറ്റ് പെപ്പർ. ഓക്കെ, നമ്മുടെ സൂപ്പ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഇട്ടിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇനിയാണ് ഇതൊന്ന് കുറുകി വരുമ്പോൾ ആണ് അതിൻ്റെ ടേസ്റ്റ്. ഏതാ ഇനി വേണ്ടത്? കോൺഫ്ലവർ. ഓക്കെ, കോൺഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൺഫ്ലവർ ആണ് ഇതിനെ ഒന്ന് കുറുകി വരാൻ സഹായിക്കുന്നത്. കുറച്ച് കോൺഫ്ലവർ അപ്പോൾ ഒന്ന് കുറുകി വരാനായിട്ടാണ്. അപ്പോൾ തന്നെ അത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. മാജിക് കുക്കിനെ പോലെയുണ്ട്. എല്ലാം പെട്ടെന്നാണ് പുള്ളിയുടെ വിഭവങ്ങളൊക്കെ തയ്യാറാവുന്ന സ്പീഡ്. മുട്ട. ഓക്കെ, മുട്ടയുടെ വൈറ്റ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനൊന്ന് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ റെസിപ്പി കണ്ടു പഠിച്ചോളൂ. നിങ്ങളുടെ ഇത് എത്ര എഗ്ഗിൻ്റെ വൈറ്റ് എടുത്തു? 1 egg. അന്റാർട്ടിക്ക പോലെ ഉണ്ട് ആ പാത്രത്തിനകം കാണാൻ. അന്റാർട്ടിക്കയിൽ ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ ഇളകി നിൽക്കുന്നതാണ്. റെഡി? ഓ, ഇത്ര പെട്ടെന്ന് ചുമ്മാതല്ലേ. നമ്മൾ ഫുഡ് ഇങ്ങനെ കഴിക്കാനായിട്ടിരിക്കുമ്പോഴേക്കും ഈ വലിയ ഹോട്ടലിൽ, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ കഴിക്കാനായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ പറയും ആദ്യം ഒരു സൂപ്പ് എടുക്കാമെന്ന് പറയും. സൂപ്പ് പെട്ടെന്ന് വരുന്നതിൻ്റെ രഹസ്യം ഇതാണ്. ഇത്ര ഫാസ്റ്റായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കുന്ന അല്ലേ, ബൗളിലേക്ക് മാറ്റി ഇതിൻ്റെ ടേസ്റ്റ് എനിക്കൊന്ന് നോക്കണം. ലങ്ഫങ് സൂപ്പ്. ഇത് പഠിക്കാൻ ഞാൻ ആദ്യം കുറേ സമയമെടുത്തു, പിന്നെ ഇപ്പോൾ എളുപ്പമായി. എന്നെ സംബന്ധിച്ചൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനൊരു ടേസ്റ്റ്. വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റുള്ള ഒരു സൂപ്പ്. എല്ലാവർക്കും കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. എന്ത് പറയാൻ, എനിക്ക് ഈ രുചിയെക്കുറിച്ച് പറയാനല്ലേ പറ്റുള്ളതും. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ലങ്ഫങ് സൂപ്പ്. ഓക്കെ, ഗംഭീരം.
സ്റ്റാർട്ടർ കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ കോഴ്സിലേക്ക് പോകല്ലേ? എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? Mandarin noodles. Mandarin noodles. മെയിൻ ഡ്രീം നൂഡിൽസ്, അതാണ് ഇതിന്റെ പേര്. നമ്മുടെ സ്വപ്ന തുല്യമായ ഒരു നൂഡിൽസ് എന്ന് പറയാം അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. നൂഡിൽസിന് വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരൻ ബാക്കി ഈ വാചകവടിയിലൊന്നുമല്ല, ഒള്ളി പാചകത്തിൽ മാത്രമാണ് ശ്രദ്ധ. വാചകത്തിലൊരു ശ്രദ്ധയില്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു ശ്രദ്ധ അതിൻ്റെ രുചിയിൽ കാണാനുമുണ്ട്. ചുമ്മാതല്ല ഇവിടെ ആൾക്കാർ ഇടിച്ച് കയറുന്നത് ചൈനീസ് കഴിക്കാൻ. എത്ര കാലമായി ഇവിടെ വന്നിട്ട്? എത്ര നാളായി ഇവിടെ വന്നിട്ട്? 3 years. 3 years. അപ്പോൾ കുറച്ച് നല്ല സൺഫ്ലവർ ഓയിൽ ഒരു നല്ല ചട്ടി, ചട്ടിയിൽ ചുറ്റി എടുക്കണം. ചട്ടി ഫുള്ള് ഓയിലി ആവണം. സാധാരണ നമ്മൾ മിക്സഡ് നൂഡിൽസ് നമുക്കറിയാം, ചിക്കൻ നൂഡിൽസ് അറിയാം, അല്ലെങ്കിൽ മഷ്റൂം നൂഡിൽസ്. ഇതങ്ങനെയല്ല, ഇത് മറ്റൊരു പേര് തന്നെയുണ്ട്. ഇതൊരു തീമാണിത് ആക്ച്വലി. എണ്ണ ചൂടാക്കിയിട്ട് എണ്ണ കുറച്ച് തിരിച്ചൊഴിച്ചു. ആ ചട്ടിയിൽ എണ്ണ കംപ്ലീറ്റ് പിടിക്കണം, അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇതിലേക്കായിട്ട് ജസ്റ്റ് പുഴുങ്ങി വെച്ചിരിക്കുന്ന നൂഡിൽസ്, നമുക്ക് ഈ നൂഡിൽസ് വാങ്ങാൻ കിട്ടും പാക്കറ്റിൽ. അങ്ങനെ വീട്ടിലുണ്ടാക്കണമെങ്കിൽ, അല്ലാതെ കഴിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. നൂഡിൽസിനെ ഒന്ന് താരാട്ടിയൊക്കെ എടുക്കുകയാണ്. ഇങ്ങനെ അതിനകത്തിട്ട് ഒന്ന് നമ്മൾ പുള്ളിങ്ങനെ കളിപ്പിച്ചൊക്കെ എടുക്കും. ഒരു സ്നേഹമാണ് എല്ലാ ഫുഡിൻ്റെ അടുത്തും പുള്ളിക്കുള്ളതൊരു സ്നേഹം, ഒരു അങ്ങനെ അങ്ങനെ കളിപ്പിച്ച് വേദനിപ്പിക്കാതെയുള്ളൊരു കുക്കിംഗ്. നൂഡിൽസിനെ ഇങ്ങനെ നമ്മൾ ഈ ഒരു തവിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി മറിക്കലൊന്നുമില്ല. എന്നാൽ ജസ്റ്റ് ഒന്ന് ചൂടിങ്ങനെ കയറ്റിയെടുക്കുകയാണ്. ഒരു തലോടൽ, ഒരു താരാട്ട്. അത് ഗംഭീരം. വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ ഒരു പ്രക്രിയ ചെയ്യാതിരിക്കുക. ഇപ്പോൾ എനിക്ക് എൻ്റെ ടെക്നിക്ക് മനസ്സിലായി. ഇതൊരു പ്രത്യേക ഒരു നമ്മൾ എന്താണ് ഇടിയപ്പം ആ ഒരു ലെവലിൽ അതിനെ സെറ്റ് ചെയ്തെടുക്കുകയാണ് പുള്ളിക്കാരൻ. അതിനെ ഇളക്കി മറിക്കുന്നില്ല, ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതാരാണ് ഇത് കണ്ടുപിടിച്ചത്? ഈ ഒരു ഡിഷ് ആരാണ്? ചെന്നൈ. ചൈനീസ് ആണെങ്കിലും നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ കണ്ടുപിടിച്ചാണ് ഈ നൂഡിൽസ്. നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം അതിൻ്റെ ഒരു ഷേപ്പിൽ അത് സെറ്റായിട്ടുണ്ട്. എണ്ണ ഒന്ന് വാർന്നു പോകാനായിട്ട് അരിപ്പിലേക്ക് വെച്ചു. ഇനി ഇതിപ്പോൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഗ്രേവി ഉണ്ടാക്കുകയാണ്. ഓക്കെ, ആ ഗ്രേവിയാണ് ഇതിൻ്റെ, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഘടകം. ഓണിയൻ. ഓക്കെ, ചോപ്പ് ചെയ്ത ഓണിയൻ. നെക്സ്റ്റ് ഗാർലിക്. ഓക്കെ, 2 ടീസ്പൂൺ. ഇഞ്ചി. അതും ആ ഗാർലിക്കിൻ്റെ അതേ അളവ് തന്നെ. ചോപ്പ് ചെയ്ത് വെച്ചാൽ നമ്മുടെ പച്ചമുളക്. അതൊന്ന് സോഫ്റ്റ് ആവുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുത്തു. വെജിറ്റബിൾ, അതായത് ബോയിൽഡ് വെജിറ്റബിൾ. അതിനകത്ത് മഷ്റൂം, ബേബി കോൺ, പിന്നെ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം. ഓക്കെ, ബീൻസ്, ബേബിക്കോൺ, ചിക്കൻ. എന്നിട്ട് കുറച്ച് എന്താണ് തീരെ നുറുക്കാത്ത രീതിയിൽ എന്നാൽ ഒരു വലിയ പീസും അല്ലാത്ത രീതിയിൽ ചിക്കനും ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ നൂഡിൽസിൻ്റെ സോസ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നൂഡിൽസിൻ്റെ പേരൊന്നുകൂടെ പറഞ്ഞേ. മാൻഡറിൻ നൂഡിൽസ്. ഇത് വെറുതെ ഈ നൂഡിൽസ് കഴിക്കുന്നതായിട്ട് ഡ്രീം ചെയ്യേണ്ട, ഇടയ്ക്ക് ഇങ്ങോട്ട് പോന്നാൽ മതി. പുള്ളിക്കാരൻ അസലായിട്ട് അങ്ങനെ ഉണ്ടാക്കി ഫ്രണ്ടിൽ നമ്മളെ ഗംഭീരമായിട്ട് സെർവ് ചെയ്ത് തരും. നമ്മൾ വയനാട് നമുക്കറിയാം, സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ കോളേജിൽ നിന്നും ഒക്കെ ടൂർ വരാൻ പറ്റിയൊരു പ്ലേസാണ് വയനാട്. മനോഹരമായ സ്ഥലമാണ്. സോൾട്ട്. അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഷുഗർ. ഓക്കെ, ശകലം ചില്ലി പേസ്റ്റ്.
ഓക്കെ, നമ്മളെ മുളക് അരച്ചെടുത്ത മുളക് ചമ്മന്തി, അത് തന്നെ ചില്ലി പേസ്റ്റ്. Chili paste. Tomato sauce. ഓക്കെ, Haldi powder. ഓക്കെ, മഞ്ഞൾ, മുളക് പൊടി, കാശ്മീരി, Kashmir red chili. വൈറ്റ് പെപ്പർ, ഇത്രയും ആഡ് ചെയ്ത് വീണ്ടും അത് അടുപ്പിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ വയനാട്ടിലേക്ക് ടൂർ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ നമ്മൾ ഇൻട്രോ പറഞ്ഞ ആ സ്ഥലത്തേക്കുള്ള വഴിയിലാണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. വളരെ തിരക്കാണ്, എല്ലാ വിഭവങ്ങളും ഉണ്ട്. നാടൻ വിഭവങ്ങളും, ദോശ തൊട്ട് ഇന്ത്യൻ ഡിഷസ് എല്ലാം, പിന്നെ ചൈനീസ്, ഏത് വിഭവം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷെഫിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഉണ്ടാക്കി തരും. എല്ലാ ഭക്ഷണപ്രിയരൊക്കെ ഇങ്ങോട്ട് പോരുക. ഇത്രയും ചേർത്തതിനെ നന്നായിട്ടൊന്ന് വഴറ്റി ആ മസാലയെല്ലാം, ഈ ചേർത്ത മസാലയൊക്കെ അതിലൊന്ന് പിടിച്ചു കളർ ചേഞ്ചായി, അതിലേക്ക് കുറച്ച് വെള്ളം. കൗതുകമുള്ള കാഴ്ചയില്ല. പല നൂഡിൽസും നമ്മൾ കണ്ടു. ഇങ്ങനെ നൂഡിൽസ് ഫസ്റ്റ് ടൈം ആയിരിക്കും എനിക്ക് തോന്നുന്നു ഒരു ടെലിവിഷൻ കുക്കറി ഷോയിലൂടെയെങ്കിലും വരുന്നത്. അതിൽ എനിക്കും വലിയ സന്തോഷം. Soybean sauce. സോയാബീൻ സോസ്, ഓക്കെ, 2 spoon. ഈ സോയാബീൻ സോസ് ചേർക്കുമ്പോൾ തന്നെ ഒരു ചൈനീസ് ടേസ്റ്റ് എത്തിത്തുടങ്ങും. അതാണ് ഈ സോയാബീൻ സോസിൻ്റെ ഒരു പ്രത്യേകത. റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് എണ്ണയും കൂടെ ചേർക്കണം അല്ലേ? ഓയിലല്ലേ ഇത്? ഓയിലും മുളകും കൂടെ നന്നായിട്ട് അരച്ചെടുത്തതാണ്. എണ്ണയൊക്കെ വാർന്നതിന് ശേഷം അതിനെ കയ്യിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണ് സ്റ്റെപ്പ് നോക്കട്ടെ. നമ്മൾ കേക്ക് കട്ട് ചെയ്യും പോലെ 4 ആയിട്ട് കട്ട് ചെയ്തു. ഒന്നും റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പുള്ളി ഭയങ്കര സൂപ്പർ ഫാസ്റ്റാണ്. ഇവിടെ ഒന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് വഴക്കൂടേണ്ട കാര്യമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് എത്തും. മറ്റൊരു പ്രത്യേകത, ഞാൻ നമ്മുടെ ചോറും കറിയും പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് നൂഡിൽസിനെ നമ്മുടെ ചോറായിട്ടും അതിനെ നമ്മുടെ കറിയായിട്ടും ഒന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു പ്രിപ്പറേഷനാണ്. ബട്ട് ചൈനീസ്, നമ്മുടെ ചെന്നൈയിലുള്ള ആളാണല്ലോ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഒരു ആഹാര രീതിയായിട്ട് അതിന് ചെറിയൊരു ബന്ധം തോന്നി തുടങ്ങി. ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ഗ്രേവി ഏതാണ്ട് റെഡി ആയി തുടങ്ങി. നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഗ്രേവി. Cornflour. യെസ്, ഞാൻ ചോദിക്കാൻ പറയുന്നു കോൺഫ്ലവർ ചേർക്കണ്ടേന്ന്. അപ്പോഴേക്കും കോൺ ചേർത്തപ്പോൾ തന്നെ അത് സെറ്റായിട്ടുണ്ട് നമ്മുടെ ഗ്രേവി. Coriander leaf. ഓക്കെ, മല്ലിയില നന്നായി നല്ല ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കി എടുത്തിട്ടാണ് അതിൽ ചേർത്തത്. കാരണം പുറത്തെടുത്തതിന് ശേഷം അലങ്കരിക്കുകയല്ല, കുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആ മല്ലിയിലയുടെ ഒരു എസൻസ് കൂടെ നമ്മുടെ നാവിലെത്താൻ വേണ്ടി അത് കുക്ക് ചെയ്യുന്ന കൂടെ തന്നെ ചേർത്തിട്ടുണ്ട്. യെസ്, റെഡി. അങ്ങനെ ഇനി അത് ടേസ്റ്റ് ചെയ്തിട്ടില്ല, എങ്കിലും അത് കാണുമ്പോഴേ അറിയാം രുചികരമായ മെയിൻ ഡ്രീം നൂഡിൽസ്. ചോപ്സി ഒക്കെ കഴിക്കുന്ന ഒരു ഫീലാണ് ഓർമ്മ വരുന്നത്. ഇതൊരു 2-3 പേരിരുന്ന് കഴിക്കേണ്ടി വരില്ലേ? ഇത്രയും കഴിക്കണമെങ്കിൽ ഒരു 4 പേരെങ്കിലും അല്ലേ? ഒറ്റയ്ക്ക് പറ്റില്ല, 3-4 പേരെങ്കിലും ഒരു 3 ആൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് പുള്ളി അത് തയ്യാറാക്കിയിരിക്കുന്നത്. ഗാർണിഷ് ചെയ്യാനായിട്ട് തക്കാളി കൊണ്ടൊരു റോസാപ്പൂ, പിന്നെ പൂവിന് ഇലയായിട്ട് നമ്മുടെ നല്ല നീളത്തിലുള്ള 2 മുളക്, ക്യാരറ്റിലും 2 പൂക്കളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ശ്രദ്ധിച്ചു നോക്കുക. അദ്ദേഹം, ഞാൻ എന്തൊക്കെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിലല്ല ശ്രദ്ധ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിയിലാണ്, അദ്ദേഹത്തിൻ്റെ കുക്കിങ്ങിൽ മാത്രമാണ് ഫുൾ കോൺസെൻട്രേഷൻ. ആള് പുലിയ. അങ്ങനെ നമ്മുടെ മെയിൻ ഡ്രീം നൂഡിൽസ് അല്ലേ? മെയിൻ ഡ്രീം നൂഡിൽസ് തയ്യാറായി കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇരിപ്പും ഭംഗിയൊക്കെ കണ്ടിട്ട് അതിനെടുത്ത് കഴിക്കാൻ തോന്നില്ല. കുറേ നേരം ആ ഭംഗി അങ്ങനെ ആസ്വദിച്ച് നിൽക്കാനാണ് തോന്നണം. എന്നാലും അതിനൊരു ടേസ്റ്റ് അറിയാനുള്ളൊരു കൗതുകം നിങ്ങളെപ്പോലെ എനിക്കുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്താലോ? ടേസ്റ്റ് ചെയ്യാം.
നൂഡിൽസ് ആണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നൂഡിൽസ്. ഒരു കടിച്ചു പൊടിച്ച് തിന്നുന്നൊരു ഫീൽ നൂഡിൽസ്. പിന്നെ ഈ ഗ്രേവി അത് ഗംഭീരം. ഇതിനെക്കുറിച്ച് ഇത് കഴിച്ച് തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ആസ്വദിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. ഗംഭീരമായിട്ടുണ്ട്, എക്സലൻറ്റ്. താങ്കൾ വളരെ സൂപ്പർ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ഉപ്പൊക്കെ ഒരു സ്പൂണൊക്കെ താങ്കളെടുത്ത് ഇടുന്ന കണ്ടിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട്, ഒന്ന് ടേസ്റ്റ് പോലും നോക്കാതെയാണ് അദ്ദേഹം ഉപ്പൊക്കെ എടുത്തിരുന്നത്. പക്ഷേ ഒന്നും കൂടുതലല്ല, എല്ലാം പക്ക കറക്റ്റ്. ഒരു 2-3 പേരുണ്ടെങ്കിൽ ആസ്വദിച്ച് ഇതകത്താക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഒരു പുതിയ ഡിഷ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞ നിർവൃതിയിലാണ് ഞാൻ. ഓക്കെ, കണ്ടോളൂ. നല്ലൊരു സൂപ്പും പിന്നെ ഇതൊരു ഇന്ത്യൻ കണ്ടുപിടുത്തമായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇന്ത്യൻ സ്റ്റൈലുണ്ട്. അടിയിൽ നൂഡിൽസ് ഇങ്ങനെ നിന്നിട്ട് അതിൻ്റെ മുകളിൽ കറി വെച്ചിരിക്കുന്ന ഒരു ഫീല്. പിന്നെ കഴിക്കാനാണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിന് നന്ദി പറയാം. ദിപിഷ് മെച്ചി, എക്സലൻറ്റ് കുക്കിംഗ്, അടിപൊളി. അപ്പോൾ ഇന്ന് 2 വിഭവങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ സന്തോഷത്തിൽ ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിൽ നിന്ന് തൽക്കാലം വിട പറയുന്നു. ഇത് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാന്നേ ഉള്ളൂ. ഇത് കണ്ടു നിന്നപ്പോഴേക്കും എനിക്കും പെട്ടെന്ന് ഇതിൻ്റെ ടെക്നിക്കുകൾ പിടികിട്ടി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അല്ലാത്തവർ നേരെ ഇത് കഴിക്കാനായിട്ട് ഇങ്ങോട്ടും പോരുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.